അപ്പോൾ ഇതിലുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻ ഗെയിം ആക്ടിവിറ്റീസ് ആണ്. അതായത് അപ്പോൾ തേർഡ് സെക്ഷൻ റാങ്ക് എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് നമ്മൾ കാർഡുകൾ. പ്രോഫിറ്റ് പെർ അവർ കൂടുതൽ തരുന്ന കാർഡ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്. എല്ലാവർക്കും ക്രിപ്റ്റോ മാനിയാക്കിൻ്റെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഫാമിങ് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ പല പല ക്രൈറ്റീരിയാസ് വെച്ചിട്ട് അവരുടെ അക്കൗണ്ട് ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക്, അതായത് എയർ ഡ്രോപ്പ് എത്തി നിൽക്കുന്നൊരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സൂക്ഷിക്കണം, എക്സ്ട്രാ കെയർ ചെയ്യണം എയർ ഡ്രോപ്പിൻ്റെ പോസിബിലിറ്റി കൂട്ടാനായിട്ട്. പോസിബിലിറ്റി കൂട്ടാന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 1000 ടോക്കണാണ് കിട്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കൂട്ടി കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് കിട്ടുന്ന അലോക്കേഷൻ ഫണ്ട് കുറയാതിരിക്കാൻ. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പോൾ ഒരു 4-5 മെത്തേഡ്സാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്സും ഇല്ലാതെ നല്ലൊരു രീതിയിലുള്ള എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടാനായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് കെയർ ചെയ്യാം ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിന്നാണ് നമ്മളിതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഹാംസ്റ്റർ കോമ്പാറ്റിൽ നമ്മൾ ഇത്ര നാൾ കളിച്ചപ്പോൾ ചെയ്യേണ്ടിയിരുന്നതും അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ ചെയ്തു വന്നവരാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് കുഴപ്പമില്ലാതെ ചെയ്തു വന്നവരാണെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലും അവരുടേതല്ലാത്തൊരു തെറ്റുകൊണ്ട് അലോക്കേഷൻ കുറയാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കേസ് എന്ന് പറയുന്നത് കോംബോയും സൈഫർ കോഡ്സാണ്. പിന്നെ അതുപോലെ ഡെയിലി ലോഗിൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഡെയിലി 5 മില്യൺ അവർ കോംബോ വഴി തരുന്നുണ്ട്. അതുപോലെ 1 മില്യൺ അവർ സൈഫർ കോഡ് പുതിയൊരു രണ്ടാമത് കൊണ്ടുവന്നാണ് അത്. അപ്പോൾ ഇതിലൂടെ ഒരു 6 മില്യൺ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡെയിലി തരുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ഏൺ എന്ന് പറഞ്ഞ സെഷനിൽ പോവുകയാണെങ്കിൽ ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞ സെഷനിൽ ഡെയിലി നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിൻ്റെ ഒരു എമൗണ്ട് തരുന്നുണ്ട്. അതൊരു 10-15 ഡേയ്സൊക്കെ മുമ്പ് വീണ്ടും റീസെറ്റായി ഫസ്റ്റ് വരും. പിന്നെ അതുപോലെ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് റിവാർഡ്സ് തരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി കോമ്പോസ്, ഡെയിലി സൈഫർ അച്ചീവ് ചെയ്ത് പോയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അതൊരു ക്രൈറ്റീരിയ ആയിട്ട് കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എയർ ഡ്രോപ്പിനുള്ള പോസിബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ്. അത് മീൻസ് കുറച്ചുകൂടി കൂടുതൽ ടോക്കൺസ് അവർക്ക് എയർ ഡ്രോപ്പിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡെയിലി കോമ്പോസ് അല്ലെങ്കിൽ ഡെയിലി സൈഫർ, ഡെയിലി ലോഗിൻ, ഈ 3 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് വെച്ചാൽ, മറ്റ് പ്രോജക്റ്റുകളൊക്കെ ഇതിന് മുന്നേ ഫാം ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ്, നോർമൽ വരുന്നൊരു ക്രൈറ്റീരിയാസ് അറിയായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ പലരും ആദ്യമായിട്ട് ഇപ്പോൾ ഈ ക്രിപ്റ്റോയ്ക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിലായിരിക്കും. അപ്പോൾ അവരറിയാൻ വേണ്ടി പറയാണ്, അത് നോർമലി ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് പുതിയതായിട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടത് ആ പ്രൊജക്റ്റ് ഗ്രോ ചെയ്യാനായിട്ട് പുതിയ യൂസേഴ്സിനാണ്. ഓക്കെ, ആ പുതിയ യൂസേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയതായിട്ട് വരുന്നത്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇവരുടെ ഒരു ലോഞ്ചിങ്ങിന് മുന്നേ അവരുടെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ അവർ പ്രൊജക്റ്റിന് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക്, യൂസേഴ്സിന് അല്ലെങ്കിൽ പ്ലെയേഴ്സിന് ആ ഒരു പ്രൊജക്റ്റിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് കുറച്ച് ടാസ്കുകൾ അവർ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് തരും. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ആ പോയിന്റ് അവർക്ക് കിട്ടും, പ്ലെയേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സിന് കിട്ടും. എന്നിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും, ഈ പ്രൊജക്റ്റിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ടൈമിൽ അവരെന്ത് ചെയ്യും, അവരുടെ ക്രിപ്റ്റോ കറൻസി അവരുടെ പോയിന്റിനനുസരിച്ച്, അല്ലെങ്കിൽ അവരെങ്ങനെയാണോ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഇത്ര പോയിന്റിന് ഇത്ര എന്നുള്ള രീതിയിൽ എയർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ ആ കിട്ടുന്ന കോയിന് ഇത്ര ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആണെന്ന് വയ്ക്കുക, ഒരു പുതിയൊരു ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണെന്ന് വയ്ക്കുക. ഡിസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കോയിൻസ്, ക്രിപ്റ്റോ കറൻസിയുള്ള എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പോൾ അവരാണ് ഒരു എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യണം, അവർ സ്വന്തമായിട്ടൊരു ടോക്കൺ കൂടി ഇറക്കുന്നുണ്ട് അവരുടെ പ്ലാറ്റ്ഫോമിൻ്റെ. അപ്പോൾ അതവർ എന്താണ് ഏർലി യൂസേഴ്സിന് എയർ ഡ്രോപ്പ് വഴി കൊടുക്കുക ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ആ എക്സ്ചേഞ്ചിൽ എന്താണ് പല ടോക്കൺസ് ഉണ്ടായിരിക്കും, പലരും അതിൽ ക്യാഷ് ഇടുണ്ടായിരിക്കും, അതിൽ ട്രേഡിങ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എക്സ്ചേഞ്ചിൽ ഉണ്ടാവുക. അപ്പോൾ ആ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് ആ ഒരു എക്സ്ചേഞ്ച് ഗ്രോ ചെയ്യണമെങ്കിൽ ആ എക്സ്ചേഞ്ചിൽ ആളുകൾ എന്ത് ചെയ്യണം, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണം. ആ എക്സ്ചേഞ്ചിൽ ആളുകൾ ക്യാഷ് ഉപയോഗിച്ച് ടോക്കൺസ് വാങ്ങണം, ടോക്കൺസ് ഹോൾഡ് ചെയ്ത് നിർത്തണം. അപ്പോൾ പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ആവുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് അല്ല, ഇതൊരു ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൽ ഉള്ളൊരു ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതാണ്. അതായത് ഡെയിലി കോംബോ, ഡെയിലി സൈഫർ, ഡെയിലി ലോഗിൻ, പിന്നെ പ്രോഫിറ്റ് പെർ അവർ. പക്ഷേ പ്രോഫിറ്റ് പെർ അവർ ഓൾറെഡി ഇതൊരു ഫാക്ടർ ആയിരിക്കും, എയർ ഡ്രോപ്പിന് ഫാക്ടർ ആയിരിക്കും, അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്താണ്. അപ്പോൾ അത് കൂടാതെ എന്തൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് കവർ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് എയർ ഡ്രോപ്പ് അലോക്കേഷൻ കൂട്ടാനായിട്ട്, ചാൻസ് കൂട്ടാനായിട്ട്.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റ് ഒരു എക്സ്ചേഞ്ച് ആണ് ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ, ഒരു എയർ ഡ്രോപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ അവർ കണ്ടീഷൻസ് വയ്ക്കും. അതായത് ഞങ്ങളുടെ എക്സ്ചേഞ്ചിൽ $10 ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഇത്ര പോയിന്റ് കിട്ടും, $100 ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഇത്ര പോയിന്റ്, $100 കോയിൻ വാങ്ങുന്നവർക്ക് ഇത്ര പോയിന്റ്, $100 കോയിൻസ് സ്വാപ്പ് ചെയ്യുന്നവർക്ക് ഇത്ര പോയിന്റ്, അങ്ങനെ ആയിരിക്കും ടാസ്കുകളൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും എയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കേസിൽ നമ്മൾ എന്താണ് USDT വാങ്ങുക, അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, കോയിൻസ് വാങ്ങുക, ഇതിനൊക്കെ പറയുന്നത് ഓൺ ചെയിൻ ആക്ടിവിറ്റീസ് ആണ്. ഓൺ ചെയിൻ അല്ലെങ്കിൽ ഇൻ ചെയിൻ ആക്ടിവിറ്റീസ് എന്നാണ് പറയാം. അതായത് നമ്മൾ ഈ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളും മീൻസ് ക്രയവിക്രയങ്ങളൊക്കെ എന്താണ് അതൊക്കെ ഒരു ബ്ലോക്ക് ചെയിനിൽ എന്നൊക്കെ ആയിട്ട് പതിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രൊജക്റ്റിന് എന്ത് ചെയ്യും, ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഹാംസ്റ്റർ കോമാരിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷനുകളോ USDT US ഡോളറും അല്ലെങ്കിൽ മറ്റ് കോയിൻസുകളൊക്കെ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിനിമയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിലുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻ ഗെയിം ആക്ടിവിറ്റീസ് ആണ്. അതായത് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഓൺ ചെയിൻ ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമിംഗ് രീതിയിലുള്ള ആക്ടിവിറ്റീസ് പ്രൊജക്റ്റുകളിൽ ഇൻ ഗെയിം ആക്ടിവിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇൻ ഗെയിം ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ഗെയിമിലത്തെ മെയിനായിട്ടുള്ള ഇൻ ഗെയിം ആക്ടിവിറ്റീസ് ആണ് ഈ പറഞ്ഞ ഡെയിലി കോംബോ, ഡെയിലി ലോഗിൻ, അതുപോലെ തന്നെ എന്താണ് സൈഫർ കോഡ്. പിന്നെയുള്ളൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കാർഡുകൾ അപ്ഗ്രേഡ് ചെയ്ത് പ്രോഫിറ്റ് പെർ അവർ കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും ഓൾറെഡി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കൂടാതെ ബാക്കിയുള്ള ഈ 3 ഫാക്ടേഴ്സിൻ്റെ റെലവൻസ് ഇതിലാണ് ഇരിക്കുന്നത്. കാരണം ഇത് 3ആണ് ഇതിലത്തെ ഒരു ഇൻ ഗെയിം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ ഗെയിം ആക്ടിവിറ്റി നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസാണ് നമ്മൾ കാർഡുകൾ. അതായത് കാർഡ്സിൻ്റെ ഇഷ്യൂ വരുമ്പോൾ പ്രോഫിറ്റ് പെർ അവർ കൂടുതൽ തരുന്ന കാർഡ്സ് അല്ല ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നോർമലി ഇത് കളിക്കുന്ന എല്ലാവരും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു ഗെയിം, അത് ടാപ്പ് ടു ഏൺ ഗെയിമൊന്നുമല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാർഡുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നല്ല ഹയർ റാങ്ക് എത്താം, അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർ അവർ മാക്സിമം കൂട്ടാം. അപ്പോൾ മാക്സിമം അവർക്ക് ടോക്കൺസ് കിട്ടും, അതിനനുസരിച്ച് ഫണ്ട് കിട്ടും എന്നാണ് ഒരു ധാരണയുള്ളത്. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് ശരിക്കും പറഞ്ഞൊരു CEO സിമുലേഷൻ ഗെയിമാണ്. അതാണ്ട് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് മാത്രമല്ല, ഇത് അവർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ് സ്റ്റാർട്ടിങ് മുതലേ. അത് ഒരു സിമുലേഷൻ ഗെയിം. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എന്താണ് ഇപ്പോൾ കാർ സിമുലേഷൻ, ബസ് സിമുലേഷൻ ഒക്കെ അറിയാലോ. അതായത് റിയൽ വേൾഡിൽ എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും സിമുലേഷൻ ഗെയിംസ്. അപ്പോൾ ഒരു CEO സിമുലേഷൻ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളിതിലൊരു CEO ആണ്, അതെല്ലാവർക്കും അറിയണമാണ്. ഇപ്പോൾ ഇതിൽ നോക്കി കാണാൻ പറ്റും എൻ്റെ എക്സ്ചേഞ്ച് ബൈബിറ്റ് ആണ്. അപ്പോൾ ഞാൻ ബൈബിറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൻ്റെ CEO ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ അതിനനുസരിച്ച് ഒരു എക്സ്ചേഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു CEO സിമുലേഷൻ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എന്താണ്, ഈ ഗെയിം ശരിക്കും നമ്മളൊരു എക്സ്ചേഞ്ച് ആയിട്ട് കണക്കാക്കണം. ഈ ഗെയിമിലത്തെ ഓരോ കാർഡ്സും ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ചേഞ്ചിന് ആവശ്യമുള്ള കാർഡുകളാണ്. ഒരു എക്സ്ചേഞ്ചിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഒരു എക്സ്ചേഞ്ചിൻ്റെ സക്സസ്ഫുള്ളായിട്ട് പോകാൻ വേണ്ടി ഉണ്ടായിരിക്കും, അത്തരത്തിലുള്ള കാർഡുകളാണ് ഇത് എല്ലാത്തിലും കിടക്കുന്നത്. ഈ PR എന്ന് പറയുന്നതും ഒരു എക്സ്ചേഞ്ചിന് ആവശ്യമാണ്. ഒരു എക്സ്ചേഞ്ചിന് മാർക്കറ്റ് ഉണ്ടായിരിക്കും, ലീഗലായുള്ളൊരു വശം വേറെ ഉണ്ടായിരിക്കും, പിന്നെ അതല്ലാണ്ട് കുറച്ച് എക്സ്ട്രാ കാറ്റഗറി, അതാണ് സ്പെഷ്യലിൽ അവർ കൊടുത്തു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുന്നത് ഇതൊരു CEO സിമുലേഷൻ ഗെയിമാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലത്തെ ഏതൊക്കെ കാർഡ്സാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സ്ചേഞ്ച്, ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളൊരു ധാരണ വേണം. ഓക്കെ, ഓരോ സെക്ഷനിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാർഡ്സ് നിങ്ങൾക്കത് അപ്ഗ്രേഡ് ചെയ്ത എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് അലോക്കേഷൻ കൂടുതൽ കിട്ടാൻ ചാൻസ് കൂട്ടുന്ന കുറച്ച് കാർഡ്സുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഓരോ സെഷൻ ഉണ്ടായിരിക്കും. നമ്മളിത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറിയാത്തവർക്ക് അതിൻ്റെ റീസൺ കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് സ്ലോ പേസിലാണ് പോകുന്നത്, നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം. ഓക്കെ, അപ്പോൾ PR സെക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് കാർഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞാൽ CEO ആണ്. അത് ഫസ്റ്റ് കാണുന്ന ഈ CEO കാർഡാണ് ഇമ്പോർട്ടൻ്റ് കാർഡ്. കാരണം ഓൾറെഡി പറഞ്ഞു ഇതൊരു CEO സിമുലേഷൻ ഗെയിമാണെന്ന്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ ഒരു ടോട്ടൽ 250 മില്യൺ പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 250 മില്യൺ പ്ലേയേഴ്സ് എന്താണ് ഓരോ എക്സ്ചേഞ്ചിലെ CEO ആയിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലത്തെ ബെസ്റ്റ് ആയിട്ടുള്ള CEOസിനായിരിക്കും എന്ത് കിട്ടുക, ഓട്ടോമാറ്റിക്കലി കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുക. അത് പല ഫാക്ടേഴ്സിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ കാർഡ്സിൻ്റെ കേസ് വരുമ്പോൾ PR സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ് CEO എന്നുള്ളത്. ഓക്കെ, എല്ലാ കാർഡ്സിനും അതിനുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ കുറച്ച് കാർഡുകൾ മാത്രം എടുത്ത് പറയുകയാണ്. അപ്പോൾ CEO എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് കാർഡാണ്. കാരണം അത് നമ്മുടെ ഒരു ലെവൽ, നമ്മൾ ഏത് ലെവലിലുള്ള CEO എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാർഡാണ്. ഓക്കെ,
പിന്നെ ഒരു കാർഡ് നമുക്ക് പറയുകയാണെങ്കിലാണ് 2024 കൺസെൻസസ് എക്സ്പ്ലോറർ പാസ്. ഓൾറെഡി നിങ്ങൾക്ക് ഇത് എടുത്താൽ മനസ്സിലാൻ പറ്റും. അതായത് ഇത് എന്താണ് ക്രിപ്റ്റോ കറൻസിയിൽ ഇപ്പോൾ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനോ അവരിന് ഓരോ കൊല്ലങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയാണ്, ഒരു ഫംഗ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ കൺസെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇവൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതീരിയം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാൻഡ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ആ ബ്ലോക്ക് ചെയിൻ നടത്തുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനിൽ ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലുള്ള മേജർ ഫിഗേഴ്സ്, വലിയ വലിയ ആളുകൾ, അതുപോലെ തന്നെ ആ ബ്ലോക്ക് ചെയിനിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിൻ്റെ കീഴിൽ വരുന്ന മറ്റ് പ്രോജക്റ്റുകളിലേക്ക് ഇമ്പോർട്ടൻ്റ് ആളുകളാണ് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുക. അപ്പോൾ 2024 കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു ഇതുപോലെ തന്നെ ഒരു ക്രിപ്റ്റോ കോൺഫറൻസ് അതിൽ കാണാൻ പറ്റും. ബൈ ആൻ ഓൺലൈൻ ടിക്കറ്റ് ടു കൺസെൻസസ് ദ ലാർജസ്റ്റ് ക്രിപ്റ്റോ കോൺഫറൻസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഒരു കോൺഫറൻസ് നടക്കാനാണ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കൊരു പാസ്സാണ് 2024 കൺസെൻസസ്. അപ്പോൾ നിങ്ങളൊരു എക്സ്ചേഞ്ചിൻ്റെ CEO എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള CEO ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വലിയ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെവൽ ഒരു മാക്സിമം ഒരു 14-15 ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് കാർഡ്സുകൾ പുതിയത് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ നോക്കുക, ഈ ടോക്കണോമിക് എക്സ്പെർട്ട്, കൺസെൻസസ്, VC ലാബ്, കംപ്ലയൻസ്, വെൽക്കം ടു ആംസ്റ്റർഡാം, ഈ കാർഡ്സൊക്കെ നമ്മളെന്താണ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ടൈമർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടൈമറുള്ള കാർഡ്സൊക്കെ നിങ്ങൾ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കണം. അത് യൂഷ്വലി അവർ ചിലപ്പോൾ പ്രോഫിറ്റ് കുറവുള്ള കാർഡ്സ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ലെവൽ 10, 13, 15 എന്നൊക്കെ രീതിയിൽ ആക്കി വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ 2 കാർഡ്സാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഒന്ന് CEO, പിന്നെ ഒന്ന് 2024 കൺസെൻസസ്. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റ് സെഷനിൽ പോകാം. മാർക്കറ്റ് സെഷനിൽ പോകുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2 കാർഡ്സ് സ്റ്റാർട്ടിങ്ങിൽ കിടക്കുന്നുണ്ട്. അതായത് ഒന്ന് BTC പെയറും ഒന്ന് ETH പെയറാണ്. ഓക്കെ, ഇതീരിയം പെയറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് ഭയങ്കര കുറവാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അത് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 2 കോയിൻസാണ് ഈ BTCയും ഇതീരിയം. ഓക്കെ, മീൻസ് കൂടുതൽ ഫണ്ട് ഉണ്ടെന്ന് മാത്രമല്ല കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യണതും അല്ലെങ്കിൽ എല്ലാ എക്സ്ചേഞ്ചിലും മസ്റ്റായിട്ടുള്ള കോയിൻസാണ് BTCയും ഇതീരിയം. ബിറ്റ് കോയിനും ഇതീരിയം ട്രേഡ് ചെയ്യാത്ത ഒരു എക്സ്ചേഞ്ചും ഇനിയും നമുക്ക് എന്തെങ്കിലും ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വിളിക്കാൻ പറ്റില്ല. ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണോ അവിടെ ബിറ്റ് കോയിൻ എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും, സെക്കൻഡ് പ്രയോറിറ്റി ഇതീരിയത്തിനായിരിക്കും. കാരണം ഇവരാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫൗണ്ടിങ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ക്രിപ്റ്റോ കറൻസി ഇറങ്ങിയ ടൈമിൽ ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമുക്ക് ബിറ്റ് കോയിൻ വിളിക്കാം. അതുപോലെ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിപ്റ്റോ കറൻസിൻ്റെ വേൾഡ് ആണ് ഇതീരിയം. അപ്പോൾ ഈ 2 ടോക്കൺസ് പ്രോഫിറ്റ് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു ലെവലിൽ എത്തിച്ച് വയ്ക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ ബിറ്റ് കോയിനും ഇതീരിയം ഇല്ലാത്തൊരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മൾ ഒരു എക്സ്ചേഞ്ചിൻ്റെ CEO ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചിൽ ബിറ്റ് കോയിനും ഇതീരിയം മസ്റ്റായിട്ട് വേണം. അപ്പോൾ ആ കാർഡ്സിൻ്റെ ലെവൽ കൂട്ടാം. ഓക്കെ, ലാസ്റ്റ് പിന്നെ ഒരു മൂന്നാമത്തെ ഒരു കാർഡ് എന്ന് പറയുന്നത് Web3 ഇൻ്റഗ്രേഷൻ കാർഡാണ്. ഇതൊരു സ്പെഷ്യൽ കാർഡ് പോലത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് Web3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ Web3 ഇൻ്റഗ്രേഷൻ്റെ പാർട്ടായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാംസ്റ്റർ കോമ്പൗണ്ട് എന്നുള്ള ഗെയിം തന്നെയുള്ളത്. ഓക്കെ, ഇപ്പോൾ ടെലഗ്രാമിൽ തന്നെ മിക്ക ഗെയിംസും ശരിക്കും പറഞ്ഞാൽ Web3 എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഗെയിംസാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് കാലം മുന്നേ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു, മെറ്റവേഴ്സ് ആയിരുന്നു. ഓക്കെ, ആ മെറ്റവേഴ്സ് എന്ന് പറഞ്ഞൊരു നെറേറ്റീവിൻ്റെ കീഴിൽ കുറേ ക്രിപ്റ്റോ കറൻസീസ് ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ പേര് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നെറേറ്റീവ് പോയി. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ വന്നൊരു നെറേറ്റീവ്സാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ കുറേ ടോക്കൺസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അതുപോലെ തന്നെ Web3. ഓക്കെ, അപ്പോൾ ഈ Web3 ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 3 കാർഡ്സാണ് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ സെഷനിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു തരക്കേടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ കയ്യിലത്തെ ഫണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ ലീഗൽ എന്ന് പറഞ്ഞ സെക്ഷൻ. അപ്പോൾ ലീഗൽ എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാർഡ്സ് എന്ന് പറഞ്ഞത് ആദ്യ 4 കാർഡ്സ് 4 കാർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കാർഡ് KYC, അതുപോലെ KYB. KYC നിങ്ങൾ കേട്ടോ, നോ യുവർ കസ്റ്റമർ. അതുപോലെ KYB എന്ന് പറഞ്ഞാൽ നോ യുവർ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാ എക്സ്ചേഞ്ചുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കേസാണ് KYC. പല എക്സ്ചേഞ്ചുകൾക്ക് KYC ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ മസ്റ്റായിട്ടും ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് റെഗുലേഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാ യൂസേഴ്സിനും ചെയ്യേണ്ടതാണ് KYC. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ആൾക്കാരായിട്ടാണ് ഒരു കമ്പനി ഇടപാടുകൾ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇടപാടുകൾ നടത്തുന്നത്, ഏത് കമ്പനീസായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുള്ള 2 സെക്ഷനാണ് KYCയും അതുപോലെ KYB. പിന്നെ ഒന്ന് ലീഗൽ ഒപ്പീനിയൻ. ആ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണകൾക്ക് അറിയാൻ പറ്റും. എല്ലാ എക്സ്ചേഞ്ചുകളും കണ്ടിന്യൂസ് ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ലീഗലായുള്ള ഇഷ്യൂസ്. അത് ഓരോ കൺട്രീസിലും അല്ലെങ്കിൽ പല കൺട്രീസിലായിട്ട് പല എക്സ്ചേഞ്ചുകളൊക്കെ കൂട്ടി പോവാണ്. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഓരോ കൺട്രീസിലും ഓരോ നിയമങ്ങളാണ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു എക്സ്ചേഞ്ചിന് സക്സസ്ഫുൾ ആയിട്ട് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ ഒരു ലീഗൽ സെഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ലീഗൽ ഒപ്പീനിയൻ വരുന്നത്. ഓക്കെ, അടുത്ത കാർഡ് അപ്പോൾ ഈ ഒരു 4 ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ് സെക് ട്രാൻസ്പെറൻസി ആണ്. അപ്പോൾ സെക് എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് വേണ്ടി പറയാൻ, അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൗൺസിൽ എന്നാണ് പറയുക. അത് US-ൻ്റെ ആണ്, US സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൗൺസിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ കോയിൻബേസ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച് എന്താണ് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആണ്. അത് മാത്രമല്ല ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്
എന്ന് പറയാം. അല്ലെങ്കിൽ ബൈനാൻസ് എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കേട്ടിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആയിരിക്കും കോയിൻ ബേസ്. അപ്പോൾ ഈ കോയിൻ ബേസ് തന്നെ 4-5 കൊല്ലങ്ങളായിട്ട് എന്താണ് ഇവർ ലീഗൽ സ്യൂട്ട് ഫയൽ ചെയ്തേക്കണം കോയിൻ ബേസിനെതിരെ. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഫ്രോഡൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, അത് അടച്ചു കൂടുന്ന രീതിയിൽ. ഓക്കെ, അപ്പം ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ ഏതൊരു എക്സ്ചേഞ്ചിന് വേണമെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ സെക്യൂരിറ്റി നിരീക്ഷണത്തിലായിരിക്കും. ഓക്കെ, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൗൺസിലിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. അപ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൗൺസിൽ ശരിക്കും പറഞ്ഞ ഒരു എക്സ്ചേഞ്ചിനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഒരു കേസ് കൊണ്ടുവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 3-4 കൊല്ലെങ്കിലും മിനിമം ആ ഒരു എക്സ്ചേഞ്ച് ഇതിൻ്റെ പിന്നാലെ കിടന്ന് കൊണ്ടുവരും. അത് മാത്രമേ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കൗൺസിൽ വിചാരിച്ച് വേണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് പൂട്ടിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അവിടെയാണ് ആ ഒരു കാർഡിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ KYC KYB ലീഗൽ ഒപ്പീനിയൻ സെക് ട്രാൻസ്പെറൻസി ഇത് ലീഗൽ സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാർഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാർഡ്സും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും പക്ഷേ അതിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ ഈ അടിക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും അത് ഈ ലൈസൻസുകളാണ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാർഡ്സ് ഈ സെഷനിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത് പോകാം. പിന്നെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും ഇതെല്ലാം ലെവൽ 14 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്താൽ അറിയാവുന്നതാണ്. അത് ലൈസൻസ് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ കാർഡാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് വരാം. ലെവൽ 14 അത് 1,46,000 പ്രോഫിറ്റ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അവർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഫീൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷേ നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ നോക്കാം, ഓരോ കാർഡ്സ് തന്നെ പ്രോഫിറ്റ് പെർ അവർ നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയ കാർഡും ലൈസൻസ് ഫിലിപ്പീൻസ് ആണ് കേട്ടോ, ബാക്കിയുള്ള ലൈസൻസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കാറ്റഗറിയാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ സെഷൻ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് കാർഡ്സ് ഏതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാർഡാണ്, അതായത് Web3 ഗെയിംകോൺ എന്നുള്ളത്. അത് ഈ അടുത്ത് കുറച്ച് നാൾ മുന്നേ ഒരു 10 ദിവസം മുന്നേ ഇറങ്ങിയൊരു കാർഡാണ്. അപ്പോൾ ഒരു ടൈമറുള്ള കാർഡായിരുന്നു. ഓക്കെ, അപ്പോൾ പലരും പറയുന്നത് ഈ ഒരു കാർഡിൻ്റെ ടൈം എക്സ്പയർ ചെയ്യുന്നതോടനുബന്ധിച്ച് തന്നെ എന്താണ് ലിസ്റ്റിങ്ങിൻ്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ അതിനെക്കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഒരു കുഴപ്പമില്ലാത്ത ലെവലിലേക്ക് എത്തിച്ച് വയ്ക്കുക. ഓക്കെ, പിന്നെ സെക്കൻഡ് കാർഡ് ഞാൻ ബിലീവ് ചെയ്യുന്നത് വെച്ചാൽ പ്രീ മാർക്കറ്റ് ലോഞ്ചാണ്. അതായത് എല്ലാ കോയിൻസിനും അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ചിനാണെങ്കിലും അവർ ടോക്കൺസ് ഇറക്കുന്നതിന് മുന്നുള്ളൊരു ഫേസിൽ, അതായത് അവർ ഒരു ട്രയൽ റൺ പോലെ എക്സ്ചേഞ്ചുകളിൽ നടത്തുന്ന ഒരു ട്രേഡിംഗ് ആണെന്ത് പ്രീ മാർക്കറ്റ് ലോഞ്ച്. ഓക്കെ, അപ്പോൾ ഈ പ്രീ മാർക്കറ്റ് ലോഞ്ചിൻ്റെ കാർഡ് ഇറങ്ങിയൊരു ടൈമിൽ പലരും ഇത് ഭയങ്കര അഗ്രസീവായിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യൂഷ്വലി ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ സമയം വരുമ്പോൾ അവർ ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 24 അവർ അല്ലെങ്കിൽ ഒരു 12 അവർ മുന്നൊക്കെ ചില പ്ലെയേഴ്സിന് ആക്സസ് കൊടുക്കും. അത് ഉദ്ദേശം വെച്ചാൽ ചില വ്യക്തികൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആക്സസ് കൊടുക്കുന്ന ആൾ മുന്നേ കൊടുക്കാറുണ്ട്. അത് പല ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കായിരിക്കും, അത് ഓരോ പ്രോജക്റ്റിനനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നോട്ട് കോയിൻ ഇറങ്ങിയ ടൈമിലും അതുപോലെ തന്നെ എയർ ഡ്രോപ്പിൻ്റെ ടൈമിൽ ടെലഗ്രാം പ്രീമിയം യൂസ് ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്കെങ്കിലും നേരത്തെ ഇതിൻ്റെ ആക്സസ് കിട്ടിയിരുന്നു. എല്ലാവർക്കും അല്ല, പക്ഷേ കുറച്ച് ആളുകൾക്ക് അങ്ങനെ കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ പ്രീ മാർക്കറ്റ് ലോഞ്ച് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോക്കണാണ് ടോൺ പ്ലസ് ഹാംസ്റ്റർ കോമ്പാറ്റ്. അതായത് ടോൺ നെറ്റ്വർക്കായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയ ഒരു ടൈമിൽ ഇറക്കിയൊരു കാർഡായിരുന്നു ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോൺ പ്ലസ് ഹാംസ്റ്റർ കോമ്പാറ്റ്. അപ്പോൾ ടോൺ നെറ്റ്വർക്കിലാണ് നമ്മൾ ഈ കോയിൻ്റെ ലോഞ്ച് വരുന്നതുകൊണ്ട് തന്നെ ടോണിൻ്റെ കാർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ വെരി ലോ ലെവലാണെങ്കിൽ അതൊരു ഡീസൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഇതിൻ്റെ ഇടയിൽ കുറേ കാർഡ്സ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ കാർഡ്സ് ഒക്കെ യൂഷ്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത സമയമാണ് സ്പെഷ്യൽ ഹാംസ്റ്റർ കോൺഫറൻസ്. അതായത് ഈ ഒരു കാർഡ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഗെയിമിൻ്റെ ഒരു എയിം തന്നെ എന്താണ് ഒരു CEO സിമുലേഷൻ ഗെയിം. അതിൽ ബെസ്റ്റ് CEOസിന് കൂടുതൽ എമൗണ്ട് കിട്ടും. ഓക്കെ, അതിൽ കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാംസ്റ്റർ കോമ്പാറ്റിലെ CEOസിൻ്റെ ഒരു ഒരു മീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മീറ്റിംഗിൽ ബെസ്റ്റ് ആയിട്ടുള്ള CEOസിന് പങ്കെടുക്കാം. അങ്ങനത്തെ ഒരു ഇവൻ്റാണ് സംഭവം. നോക്കാം, ഓർഗനൈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹാംസ്റ്റർ കോൺഫറൻസ് ആൻഡ് ഡ്രോ അറ്റൻഷൻ ടു യുവർ ക്രിപ്റ്റോ എക്സ്ചേഞ്ച്. അതായത് നിങ്ങളുടെ എക്സ്ചേഞ്ചിനെ പ്രതിദാനം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും വലിയ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ CEOസ് കൂട്ടുള്ള ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ ഹെൽപ്പ് എന്ന് വെച്ചാൽ വിൽ ഹെൽപ്പ് സോൾഫൈ യുവർ ലീഡർഷിപ്പ് ഇൻ ദ ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ആധിപത്യം കാണിക്കാനായിട്ട് ഈ ഒരു കാർഡ് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു CEO ആണ് അല്ലെങ്കിൽ നല്ലൊരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡ് എന്ത് ചെയ്യുക, മാക്സിമം ബൂസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് USDT ഓർ ടോൺ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ടോൺ നെറ്റ്വർക്കിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ടോൺ നെറ്റ്വർക്കിൽ USDT അവർ എല്ലാ നെറ്റ്വർക്കിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ടൈമിലാണ് USDT ഓൺ ടോൺ എന്ന് പറഞ്ഞ കാർഡ് ഇറക്കിയത്. അപ്പോൾ ഈ ഒരു കാർഡും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുക, അതിനൊരു പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാർഡ്സ് അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയ കാർഡ്സാണ് ജോ റോഗൻ പോഡ്കാസ്റ്റ്, പിന്നെ അതുപോലെ നമ്മൾ മോളിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലാംബോ ഫോർ ഹാംസ്റ്റർ, പിന്നെ ഒരു കാർഡ് ഉണ്ടായിരുന്നു UAEയുടെ ദുബായ് ഓഫീസ് എന്ന കാർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാർഡ്സിൻ്റെ പ്രത്യേകിച്ച് ഇതൊന്നും പ്രോഫിറ്റ് ഇല്ല. ഓക്കെ, പ്രോഫിറ്റ് തരാത്ത കാർഡ്സാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഡ്സ് വാങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സക്സസ്ഫുൾ CEO ആകുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു എക്സ്ചേഞ്ച് ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ CEOയ്ക്ക് എന്ത് വേണം, ഈ ഒരു ലാംബോർഗിനിയെങ്കിലും വേണം. പിന്നെ ലാംബോ എന്നുള്ളത് ഇപ്പോൾ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ഉള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രൈസ് ആണ്. അതായത് ഒരാൾ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ആളിൽ ലാംബോ ഉണ്ടാവുന്നതാണ്. അങ്ങനത്തെ ഒരു ശൈലിയാണ്. ഓക്കെ, പിന്നെ ജോ റോഗൻ പോഡ്കാസ്റ്റ്. അതായത് നോർമലി ഇപ്പോൾ നമ്മളൊരു സക്സസ്ഫുൾ ആയിട്ട് ആളാകുമ്പോൾ ഈ ജോ റോഗൻ പോഡ്കാസ്റ്റിൽ നമ്മൾ പലരും ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാനുള്ളൊരു യൂഷ്വൽ കേസാണ്. ഓക്കെ, അപ്പോൾ ഫേമസ് ആയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ഒരു പോഡ്കാസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഫേമസ് ആണെന്ന് കാണിക്കാനാണ് ഇതൊക്കെ ഈ കാർഡ്സ് നമ്മൾ വാങ്ങണം കേട്ടോ. ഓക്കെ, അതുപോലെ ദുബായ് എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ ഇപ്പോൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ ഒരു
ഒരു സേഫ് ഹാവൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് പല രാജ്യങ്ങളിലും ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോസൂട്ട്സ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരു സേഫ് ഹേവനാണ് ശരിക്കും പറഞ്ഞാൽ ദുബായ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസൊക്കെ. ഓക്കെ, അവിടെ ഇതിനോടൊക്കെ കുറച്ചുകൂടി മയപ്പെട്ടിട്ടുള്ളൊരു പ്രതികരണമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളുടെയും ഒരു മെയിൻ ബ്രാഞ്ച് എവിടെ ഉണ്ടായിരിക്കും? ദുബായിലുണ്ടായിരിക്കും. അതൊരു യൂഷ്വൽ പ്രാക്ടീസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ അതിന് റെസ്ട്രിക്ഷൻസ്, നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് അതിന് കുറവാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല ഇതൊരു സ്പെഷ്യൽ കാർഡാണ്. ഇത് പ്രോഫിറ്റബിൾ അല്ലാത്തൊരു കാർഡാണ്. പ്രോഫിറ്റ് തരാത്തൊരു കാർഡാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ബോൺസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ്സും എന്ത് ചെയ്യുക, നിങ്ങൾ വാങ്ങി സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 കാറ്റഗറിയിലത്തെ ഇമ്പോർട്ടൻറ്റ് കാർഡ്സും പറഞ്ഞു. ഇനി അതുപോലെ നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ തേർഡ് സെക്ഷൻ റാങ്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ റാങ്കിന് പ്രിഡോമിനൻ്റ്ലി ഇതിലൊരു ഇമ്പോർട്ടൻസ് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റാങ്കിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് എക്സാമ്പിളാണ് അവർ പുതിയൊരു ഇത് കൂടി കൊണ്ടുവന്നത്, ക്രിയേറ്റ് എന്നുള്ളൊരു ലീഗ് കൂടി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ റാങ്കിന് ഇമ്പോർട്ടൻസ് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ഇത്ര റാങ്കിലുള്ളവർക്ക് ഇത്ര കോയിൻസ് എക്സ്ട്രാ അല്ലെങ്കിൽ അവർ കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുന്നൊരു ഓപ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള എല്ലാ ബാലൻസും എന്ത് ചെയ്യാണ്ടിരിക്കുക, കാർഡ്സിൽ സ്പെൻഡ് ചെയ്ത് 0 ബാലൻസ് ആക്കി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ കറൻറ്റ്ലി ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് 2.75 മില്യൺ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ എന്നാലും ഈ അക്കൗണ്ട് കിടക്കുന്നത് മാസ്റ്ററിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ റാങ്കിന് ഇൻ കേസ് ഇമ്പോർട്ടൻസ് വരാണെങ്കിൽ അത് ഹയർ റാങ്കിലുള്ളവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതി വരാണെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്ററിലും അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗെയിം പ്ലേ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് തുടങ്ങണം. എന്നാലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു 100 മില്യൺ എന്നുള്ളൊരു ടാർഗറ്റ് ചെയ്തിട്ട് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററിൽ 100 മില്യൺ ആണെങ്കിലും 200 ആണെങ്കിലും 300 ആണെങ്കിലും അതിലൊരു ഡിഫറൻസ് ഞാൻ കാണുന്നില്ല. ഓക്കെ, കാരണം ഓവറോൾ ഇപ്പോൾ 100 ആണെങ്കിലും 200 ആണെങ്കിലും 300 മില്യൺ നമ്മളതിൽ ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ കിടക്കുന്ന ലീഗ് എന്താണ്, ഗ്രാൻഡ് മാസ്റ്റർ ലീഗാണ്. ഓക്കെ, അപ്പോൾ ലീഗ് മാറാതെ, റാങ്ക് മാറാതെ ഒരു ബെനിഫിറ്റ് കൂടുന്നു വിശ്വസിക്കുന്നില്ല. അപ്പോൾ ബാലൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന റാങ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാലൻസ് ഇപ്പോൾ 100 മില്യൺ ആണെങ്കിലും 500 മില്യൺ ആണെങ്കിലും നിങ്ങൾ നിൽക്കുന്ന റാങ്ക് ഗ്രാൻഡ് മാസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോഡ് എന്നുള്ള കാറ്റഗറി, അതായത് 1000 മില്യൺ എന്നുള്ളൊരു ഒരു ബാർ അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കയ്യിലുള്ള ഇത് കൂട്ടി വെച്ച് 1000 എത്തിക്കാൻ നോക്കരുത്. ഓക്കെ, നിങ്ങൾ അത് എന്ത് ചെയ്യുക, അത് പ്രോഫിറ്റ് പെർ അവറിലേക്ക് മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള ഇതെങ്കിലും മിനിമം നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കാം. പിന്നെ അതുപോലെ ഗ്രാൻഡ് മാസ്റ്റർ ഓൾറെഡി അറിയാലോ, 100 മില്യൺ കടന്നവർക്കാണ് ഗ്രാൻഡ് മാസ്റ്ററിൽ എത്താൻ പറ്റുക. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എത്തിയിട്ട് പിന്നെ 100 മില്യണിൽ താഴെ നമ്മൾ ബാലൻസ് പോരും, ഗ്രാൻഡ് മാസ്റ്റർ എന്ന ലീഗിൽ നിന്ന് താഴെ പോയില്ല നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. നിങ്ങൾ 100 മില്യൺ കടന്നിട്ട് ഗ്രാൻഡ് മാസ്റ്റർ എത്തിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ആ ഒരു ലീഗിൽ കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ആയിരുന്നു 100 മില്യൺ. അപ്പോൾ ആ 100 മില്യണെങ്കിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ബാലൻസ് കീപ്പ് ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, വേറെ ഒന്നല്ല, ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് റാങ്കിലാണുള്ളത് ആ റാങ്കിലെ മിനിമം ക്വാളിഫിക്കേഷൻ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 മില്യൺ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓവർനൈറ്റ് നിങ്ങൾക്ക് 100 മില്യൺ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ എപ്പോഴും ചെയ്യാം, ഒരു മിനിമം 100 മില്യൺ കയ്യിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ലോഡ് എന്നുള്ള കാറ്റഗറി എത്തിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ബില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ബാലൻസ് ചെയ്യുക 1 ബില്യണിനേക്കാളും താഴോട്ട് പോകാതെ ഇരിക്കാൻ നോക്കുക. താഴോട്ട് പോകാൻ കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്കത് തിരിച്ച് 1 ബില്യൺ ക്രോസ് ചെയ്യിക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, അതുപോലെ തന്നെ ഫൈനൽ പോയിൻ്റാണ് ഈ ഏൺ എന്ന് പറഞ്ഞ സെഷൻ. ഓക്കെ, അപ്പോൾ ഈ ഏൺ എന്ന് പറഞ്ഞ സെഷനിൽ ഓൾറെഡി കുറച്ചുണ്ട്. ജോയിൻ ടെലിഗ്രാം ചാനൽ, എക്സ് അക്കൗണ്ട്, മീൻസ് ട്വിറ്റർ, ചൂസർ എക്സ്ചേഞ്ചും ഇൻവൈറ്റ് റീഫണ്ട്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ക്വാളിഫൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ടെലിഗ്രാം ചാനൽ കയറത്തിൽ ചേർന്ന് അത് ടിക്കാക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നില്ല, നിങ്ങളൊരു ഗ്രീൻ ടിക്ക് ആക്കി വയ്ക്കുക ഈ ഒരു 4 ടാസ്ക്. അതുപോലെ തന്നെ ഓൾറെഡി ഡെയിലി റിവാർഡ്സ് അറിയാലോ, ഡെയിലി ലോഗിൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെയാണ് ഹാംസ്റ്റർ യൂട്യൂബ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഇപ്പോൾ ഡെയിലി കളക്ട് ചെയ്ത് പോയവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പൻ എന്ന് പറഞ്ഞ ടീമിന് അവർക്ക് കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ഇന്ന് വലിയൊരു ചാനലാണ്. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് യൂട്യൂബ് ചാനലാണ് ഫസ്റ്റ് ഒരു മന്ത് ഇത് ഇറങ്ങിയ ഒരു ടൈമിൽ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഒരു ചാനലിനും പറ്റാത്ത അച്ചീവ്മെൻറ്റ്സ് വരെ ഹാംസ്റ്റർ കോമ്പാറ്റ് ക്രോസ് ചെയ്തു. അത് മാത്രമല്ല വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ആഡ് റവന്യൂ ആയിട്ടും പലതരത്തിലുള്ള റവന്യൂസ് ആയിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് ടീമിന് നല്ലൊരു റവന്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ടാസ്ക് വഴി എന്താണ് അവരുടെ വീഡിയോസ് കാണുമ്പോഴൊക്കെ അവർക്കത് വ്യൂസ് ആയിട്ടും ലൈക്ക് ആയിട്ടും വാച്ച് ഓവറായിട്ടൊക്കെ പിന്നെ നമ്മൾ കാണുന്ന ആഡിനൊക്കെ എന്ത് കിട്ടുന്നുണ്ട്, അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും ഈ എന്താണ് അവർക്ക് യൂസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് തരുന്നൊരു ബെനിഫിറ്റാണ് ഈ ഒരു റിവാർഡെങ്കിൽ കൂടി ഈ ചെയ്യുന്നൊരു ആക്ടിവിറ്റി കൂടി അതിൽ ഉൾപ്പെടുത്തി അവർ ചിലപ്പോൾ കൺസിഡർ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ലാസ്റ്റ് പറഞ്ഞ യൂട്യൂബ് വീഡിയോയുടെ കേസ് അത് കംപ്ലീറ്റ് ചെയ്യാറുള്ളവർക്ക് അറിയാം. അതായത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ചെക്ക് എന്ന് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ വീഡിയോയ്ക്ക് പോകും, ചാനലിലേക്ക് പോകും. അത് നമ്മൾ കാണുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ചിട്ട് വന്നാൽ ആ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂവിന് പോയിട്ടോ. ഓക്കെ, പിന്നെ ഒരു 1 അവർ കഴിഞ്ഞ് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡ് എത്രയാണെന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിനുള്ളൊരു റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് റഫറൽസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 3 റഫറൽ എന്നൊരു കാറ്റഗറിയിൽ ഉണ്ടെങ്കിലും
എല്ലാവരും ഒരു മിനിമം എല്ലാ കാർഡ്സ് അൺലോക്ക് ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യണം, മിനിമം ഒരു 10-11 റെഫറൽ വരെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ റെഫറൽസിന് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്ഥാനം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ പേജിൽ ചെയ്തിട്ടുള്ള അക്കോ പ്രോട്ടോക്കോളിൻ്റെ ഇതിലാണെങ്കിൽ കൂടി എനിക്ക് എൻ്റെ എയർ ഡ്രോപ്പ് കിട്ടിയപ്പോൾ റെഫറൽ ബോണസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ കോയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൽ ബോണസ് എല്ലാ പ്രോജക്റ്റുകളും അവരുടെ എയർ ഡ്രോപ്പിൻ്റെ ടൈമിൽ കൂടുതലായിട്ട് റെഫർ ചെയ്യുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിവാർഡ് അത് എയർ ഡ്രോപ്പിൻ്റെ രൂപത്തിൽ കൊടുക്കാറുണ്ട്. അതുപോലെ പല ഇവൻസിൻ്റെ രൂപത്തിലും അവർക്ക് ശരിക്കും USDT ഡോളറായിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കേസിൽ അത് എന്തുകൊണ്ടാണ് റെഫറൽ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ എല്ലാവരും മിനിമം ഒരു 10 ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് റെഫറിൻ്റെ ബേസിൽ പല പ്ലേയേഴ്സ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഒരു മിനിമം 10 ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഒരേപോലെ കിട്ടാം. പക്ഷേ ഈ 10-നേക്കാളും കൂടുതൽ റെഫർ ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഇപ്പോൾ എത്രത്തോളം കൂട്ടാൻ പറ്റുന്ന അറിയില്ല. അപ്പോൾ നോർമൽ പ്ലേയേഴ്സ് ആണെങ്കിലും എങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാക്സിമം റെഫറൽസ് കൂട്ടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ഇതിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സിൻ്റെ റെഫറൽ വഴിയാണ് എന്ത് ചെയ്യാം, ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് കൂടുതൽ എക്സ്പോഷർ കിട്ടും, ആ പ്രോജക്റ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫറൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 4 ഫാക്ടേഴ്സ്, ഫസ്റ്റ് പറഞ്ഞ കോംബോ കാര്യങ്ങൾ, സൈഫർ കാര്യങ്ങൾ, പിന്നെ കാർഡ്സ്, ഓരോ കാറ്റഗറിയിൽ ഇമ്പോർട്ടൻ്റ് ആയ കാർഡ്സ് പറഞ്ഞു. അത് പ്രോഫിറ്റ് പെർ അവർ കൂടുതലുള്ള കാർഡ്സ് അല്ല, അത് നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യാം. അത് കൂടാതെ പ്രോഫിറ്റ് പെർ അവർ കുറവുള്ള കാർഡ്സ് ആണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാർഡ്സ് പറഞ്ഞായി. അപ്പോൾ ആ കാർഡ്സൊക്കെ കേസ് നോക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ റാങ്കാണ്. ഓക്കെ, അപ്പോൾ റാങ്കിന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നില്ലെങ്കിൽ കൂടി ഇൻ കേസ് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ പറയാണ് ഈ ഇന്ന റാങ്കിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ന റാങ്കിലുള്ളവർക്ക് കൂടുതലുള്ള ചാൻസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളൊരു മോശമില്ലാത്ത രീതിയിൽ നിൽക്കാം. മോശമില്ലാത്ത രീതിയിൽ പറയുമ്പോൾ ഒരു ഗ്രാൻഡ് മാസ്റ്റർ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ പ്രോഫിറ്റ് പെർ അവർ ഭയങ്കര കുറവുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്റർ അച്ചീവ് ചെയ്യാൻ മീൻസ് ഒരു 1 മില്യൺ ഉള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പ്രോഫിറ്റ് പെർ അവറിനനുസരിച്ചുള്ളൊരു റാങ്കിലും എത്താൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ റെഫറൽസ് മാക്സിമം കൂട്ടാൻ നോക്കാം. ഫൈനൽ സ്റ്റേജ് ആണെങ്കിലും അതിനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസ് വാലറ്റ് ആരും കണക്ട് ചെയ്യാതെ പോകരുത്. പലരും ചോദിക്കുന്നത് ഇതാണ്, ഈ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓക്കെ ആണ്. പിന്നെ നിങ്ങൾ തൊടാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് വാലറ്റ് കണക്ട് ചെയ്താൽ ആ ഒരു അഡ്രസ്സിൻ്റെയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പലരും ഒരു ഇഷ്യൂ പറഞ്ഞത് ടോൺ കീപ്പർ അല്ലെങ്കിൽ ഇപ്പോൾ TG വാലറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ വാലറ്റിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കണക്റ്റഡ് ആപ്സ് അല്ലെങ്കിൽ കണക്റ്റഡ് ഡി ആപ്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ ഏതൊക്കെ ആപ്പുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഗെയിംസ് അതിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാൻ്റെ ഒരു പേര് വരുന്നില്ല എന്നാണ് പലരും പറഞ്ഞത്. അപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെയും ഇത് കണക്റ്റ് ആയിട്ടില്ല. കണക്റ്റ് ആയിട്ടില്ല മീൻസ് അങ്ങനെ ഡി ആപ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് വാലറ്റ് നോക്കുമ്പോൾ ഹാംസ്റ്റർ കോമ്പാൻ്റെ പേര് ആർക്കും വരുന്നില്ല ഇത് നോർമലി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ടിക്ക് മാർക്ക് കൊണ്ടു നോക്കാം. അത് എടുക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ വരുന്നത് നോക്കാം, അഡ്രസ്സ് കറക്റ്റാണ് നോക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് വേറെ ചെയ്യേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കണക്ട് ചെയ്തിട്ടുള്ള വാലറ്റിൽ ടോൺ ബാലൻസ് ഒരു മിനിമം ഒരു $1-2 ആഡ് ചെയ്യാൻ നോക്കാം. യൂഷ്വലി അത്രയൊക്കെ വരുള്ളൂ നോർമലി. എന്നാലും ഒരു $5 കീപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അത് നേരത്തെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അത്ര നല്ലത്. കാരണം എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു 200-250 മില്യൺ പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും കളിക്കുന്നവരായിരിക്കില്ല. നമുക്ക് അറിയാലോ, നമ്മൾ എല്ലാവരും ഒരു 10 പേര് വെച്ചിട്ടൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാവും. അതിൽ 10 പേരും കളിക്കുന്നവരാവില്ലോ. അപ്പോൾ എന്നാലും 200-250 ഒരു 100 മില്യൺ പ്ലേയേഴ്സെങ്കിലും എന്തായിട്ടുണ്ടാവും ഈ ഒരു എയർ ഡ്രോപ്പ് റിസീവ് ചെയ്യാനായിട്ട് നോക്കുന്നവരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഈ 100 മില്യൺ പ്ലേയേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി എന്താണ് ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ അതിലൊരു പാതി മുക്കാലാണെങ്കിലും മനസ്സിലാക്കും എന്ത് ഈ നമ്മുടെ വാലറ്റിൽ ടോണിൻ്റെ ബാലൻസ് വേണം, അല്ലെങ്കിൽ ഡോളർ വേണം, US ഡോളർ വേണം, അല്ലെങ്കിൽ ടോൺ ബാലൻസ് ആയിട്ട് വേണമെന്ന് മനസ്സിലാക്കും. അതായത് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന കോയിൻസ് എക്സ്ചേഞ്ചിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്യാസ് ഫീ ആയിട്ട് അതിന് ഫീ ആയിട്ട് കൊടുക്കാനാണ് ഈ ടോൺ ബാലൻസ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒരേ സമയത്ത് ഈ സർവറിൽ അല്ലെങ്കിൽ വാലറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവരുടെ ബാലൻസ് കൂടാനായിട്ട് ഡോളേഴ്സ് അല്ലെങ്കിൽ ടോണൊക്കെ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈമിൽ ഇത്ര ആൾക്കാർ ട്രാഫിക് വരുമ്പോൾ സ്ലോ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവർ അവർക്ക് കിട്ടുന്ന കോയിൻസൊക്കെ എക്സ്ചേഞ്ചിലേക്ക് ചേഞ്ച് ചെയ്ത് സെല് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ അപ്പോഴൊന്നും നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുന്ന സംഭവമാണ് അത് നിങ്ങൾ കണക്ട് ചെയ്തുള്ള വാലറ്റ് ഏതാണോ ആ വാലറ്റിൽ ടോണിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ടോണിൻ്റെ ബാലൻസ് എങ്ങനെയാണ് ടോൺ വാലറ്റിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് നമ്മളൊരു വീഡിയോ ചെയ്യാം നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ മസ്റ്റായിട്ട് എന്തായാലും അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, മുന്നേ തന്നെ ഇത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക.